Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about pattern of financing a project. Pattern of financing a project refers to the capital structure of the project organization showing the composition of the components of finance. Pattern of financing a project എന്ന് പറയുന്നത് ഫിനാൻസിങ് എ പ്രോജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ ഫണ്ട് ഒരു ലെൻഡർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ത് കണ്ടുകൊണ്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ക്യാഷ് ഫ്ലോസിൽ നിന്നും റിക്കവർ ചെയ്യാമെന്ന് കണ്ടുകൊണ്ട് ഒരു ലെൻഡർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പ്രോജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ ഫണ്ട് കണ്ടെത്തുന്ന പല രീതി അല്ലെങ്കിൽ പല പാറ്റേൺസ് എന്തൊക്കെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. Capital structure is the proportion of debt and equity that makes up the finance of a company. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ ഫണ്ട് ഏത് രീതിയിലാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എത്ര ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, എത്ര ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എത്ര പ്രിഫറൻസ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നതിനെയാണ് നമ്മൾ പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അതായത് ഒരു കംപ്ലീറ്റ് ആ പ്രോജക്റ്റിന് ആവശ്യമുള്ള ഫിനാൻസിനെ നമ്മൾ കുറച്ച് ഇക്വിറ്റി ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, പ്രിഫറൻസ് ഷെയർസ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഡിബഞ്ചേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, അതർ സോഴ്സസ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻസിനെ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ മൊത്തവും ഫിനാൻസിനെ ഏതൊക്കെ പാറ്റേൺസ് യൂസ് ചെയ്താണ് ഫിനാൻസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Pattern of financing a project are classified into three groups. Shareholders funds, it includes equity share capital, preference share capital, reserves and surplus. The second group is debt capital. It includes debentures, bonds, long-term loans, innovative sources, deferred credits, etc. And the third group is government grants and subsidies. പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റിനെ നമ്മൾ 3 ഹെഡിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നും ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നും ഗവൺമെന്റ് ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് എന്ന നിലയിലുമാണ് 3 ഡിഫറെന്റ് ക്ലാസിഫൈഡ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓരോ ഗ്രൂപ്പ്സിന്റെ അണ്ടറിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻസിംഗ് ഉണ്ട്. ഇതിന് ഓരോന്നിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇൻ ടുഡേസ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. The first classified group is shareholders fund, which include financing through equity shares. Equity shares are also known as ordinary shares. According to section 43 of the Companies Act 2013, equity shares are those which are not preference shares. It is the main source of finance to a company. It is the owner's fund in the company. ഒരു ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ റിയൽ ഓണർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് അതായത് അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ബാക്കി ഏത് ഷെയറിനെയും നമ്മൾ ഇക്വിറ്റി ഷെയർ എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ഷെയർ പക്ഷേ ഓണർഷിപ്പ് റൈറ്റ് ഉള്ള ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റിയൽ ഓണർ ആണെങ്കിൽ പോലും വൺസ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ലിക്വിഡേഷൻ വരുമ്പോൾ നമ്മൾ അസറ്റിനെ റീപേ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനാണ് ആദ്യമേ റീപേയ്മെന്റ് ആണെങ്കിലും ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ്. അതിനുശേഷം മാത്രമേ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അദ്ദേഹത്തിന്റെ ഡിവിഡൻഡ് ആണെങ്കിലും റീപേയ്മെന്റ് ആണെങ്കിലും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ഷെയർസിനെ നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഇടയിൽ പ്രിഫറൻസ് ഷെയർസ് അല്ലാതെ ബാക്കി ഏതൊരു ഷെയറിനെ നമ്മൾ ഇക്വിറ്റി ഷെയർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഇക്വിറ്റി ഷെയർ ആണ് ഒരു കമ്പനിയുടെ ഫിനാൻസിന്റെ മെയിൻ സോഴ്സ്. ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ്. നമ്മൾ നേരത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും. Now let us look into the characteristics of
equity shares. Maturity. It provides permanent capital to the company and cannot be redeemed during the lifetime of the company. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് വഴി ആ കമ്പനിക്ക് ലഭിക്കുന്നത് ആ പ്രോജക്റ്റിന്റെ ലൈഫ് ടൈമിലേക്ക് ആവശ്യകരമായ ഒരു ഫണ്ടാണ്. കാരണം ഒരു ഇക്വിറ്റി ഷെയർ ഒരിക്കലും റിഡീം ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ലൈഫ് ടൈം ഉടനീളം ഒരിക്കലും റിഡീം ചെയ്യാൻ അല്ലെങ്കിൽ റീപേ ചെയ്യാനായിട്ട് ഇക്വിറ്റി ഷെയർ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഇല്ല. വൺസ് ആ ലൈഫ് ടൈം കഴിയുന്ന വഴി ഇക്വിറ്റി ഷെയർ ഹോൾഡർ എപ്പോഴും ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ തന്നെയായിരിക്കും. Claim on income. They have a claim on income left after paying dividend to preference shareholders. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷന് ഇൻകം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ ആദ്യമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ബാക്കി പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അദ്ദേഹത്തിന് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻകം ലഭിക്കുകയുള്ളൂ. Claim on assets. In the event of liquidation of a company, the assets are utilized first to meet the claims of creditors and preference shareholders, and if anything is left, it belongs to equity shareholders. നമ്മൾ ഇൻകത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ക്ലെയിം ഓൺ അസറ്റ്സിൻ്റെ അകത്തും. ഒരു കമ്പനി ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് സ്റ്റേജിലാവുമ്പോൾ അസറ്റ്സിനെ റിയലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുമ്പോൾ ആദ്യമേ ക്രെഡിറ്റേഴ്സ് കമ്പനിക്ക് കടം തന്ന ആൾക്കാരെ ആദ്യമേ സെറ്റിൽ ചെയ്യും. അതിനുശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും സെറ്റിൽ ചെയ്തതിന് ശേഷം ബാക്കി എന്താണോ മെച്ചം എന്നുള്ളത് മാത്രമാണ് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ലഭിക്കുക. അപ്പോൾ ക്ലെയിം ഓൺ അസറ്റ്സിന്റെ കേസിലാണെങ്കിൽ പോലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൂടുതൽ റൈറ്റ്. പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന നിലയിൽ ആ റൈറ്റിനെ അറിയപ്പെടും. Right to control or voting right. They are the real owners of the company. They have voting right in the meeting of company and has a control over its working. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ് ഒരു കമ്പനിയുടെ റിയൽ ഓണർ. അവർക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ആ കമ്പനിയുടെ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാനും കൺട്രോൾ ചെയ്യാനുള്ള വോട്ടിംഗ് റൈറ്റ് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ്. ഒരു ഓർഗനൈസേഷന്റെ കൺട്രോൾ മൊത്തം മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പക്ഷേ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് വോട്ട് ചെയ്യാനുള്ള അധികാരം ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് മാത്രമാണ്. പ്രീഎംപ്റ്റീവ് റൈറ്റ്. When a company makes subsequent issue of capital, it must be first offered to existing shareholders. The share thus issued are called right shares. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിനുള്ള ഏറ്റവും വലിയ അധികാരം അല്ലെങ്കിൽ റൈറ്റ് ആണ് പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ പിന്നീട് വൺസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുത്തതിന് ശേഷം പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ടൊരു ഇഷ്യൂ നടത്തുകയാണെങ്കിൽ പിന്നീട് ഫർദർ ഫണ്ടിന് വേണ്ടി വീണ്ടും ഷെയർസിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആദ്യം പർച്ചേസ് ചെയ്യാനുള്ള അധികാരം ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറാണ്. ആ ഇക്വിറ്റി ഷെയർ ഹോൾഡർ പർച്ചേസ് ചെയ്തതിനു ശേഷം ബാക്കി ഷെയർസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ പബ്ലിക്കിന് ആ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇതിനെയാണ് പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നും ഇത്തരത്തിലൊരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രീഎംപ്റ്റീവ് റൈറ്റ് ഇഷ്യൂ ചെയ്ത് ഷെയർസിനെയാണ് നമ്മൾ റൈറ്റ് ഷെയർസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. Limited liability means that the liability of a shareholder is limited to the extent of the face value of shares held by them. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്നുള്ളത് ഒരു കമ്പനിയുടെ റിയൽ ഓണർ ആണെങ്കിലും അവരുടെ ലയബിലിറ്റി എന്നുള്ളത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ഇൻ ദ സെൻസ് ആ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എത്ര രൂപ അല്ലെങ്കിൽ എത്ര ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ആണോ ഹോൾഡ് ചെയ്യുന്നത് ആ ഫേസ് വാല്യൂ എമൗണ്ട് എത്രയാണോ അത്രയും മാത്രമാണ് ആ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആ കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ കൂടുതലുള്ള ലയബിലിറ്റീസിന് ഒരിക്കലും ആ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ബാധകമായിരിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് റൈറ്റ് ടു കൺട്രോൾ ഓർ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നതും പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നും പറയുന്നതും. Now let us look into the advantages of equity capital. Limited liability. Although equity shareholders are the real owners of the company, their liability is limited to the extent of face value of shares held by them. അപ്പോൾ നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്രത്തോളം ഉണ്ട് അത്രയും മാത്രമാണ് ആ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്.
റൈറ്റ് ടു കൺട്രോൾ ഓർ വോട്ടിംഗ് റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാവിധ തീരുമാനങ്ങൾ എടുക്കാനും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഉള്ളത്. Free transferability. The owners of the equity share have the right to transfer their interest to someone else. നമ്മൾ ഫീച്ചേഴ്സിനകത്ത് പറഞ്ഞിരുന്നു ഒരു മെച്യൂരിറ്റി പീരീഡ് ഇല്ല, അതായത് ഒരു പ്രോജക്റ്റിന്റെ ലൈഫ് ടൈം എന്താണോ അത്രയും കാലത്തേക്കാണ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഒരിക്കലും അത് റിഡീം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ട്രാൻസ്ഫറബിൾ ആണ്, അതായത് ഒരു ആൾക്ക് അദ്ദേഹത്തിന്റെ ഇക്വിറ്റി ഷെയർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരിക്കലും കമ്പനിയിലേക്ക് റിഡീം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരാൾക്കുള്ള ഇക്വിറ്റി ഷെയർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഷെയർ ഇൻ ദ ഗ്രോത്ത്. The major advantage of investment in equity shares is its ability to increase in value by sharing in the growth of company's profit over the long run. ഒരു ഇക്വിറ്റി ഷെയറിനുള്ള മറ്റ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് ഏത് കമ്പനിയുടെ ഷെയർ ആണോ നമ്മൾ ഹെൽഡ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഗ്രോത്തിനോട് കൂടെ തന്നെ ആ ഒരു ഷെയറിന്റെ വാല്യൂ കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഫോർ എക്സാമ്പിൾ 10 രൂപയ്ക്ക് നിലവിൽ മേടിക്കുക എന്ന് വിചാരിക്കുക. ആ കമ്പനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ലോങ് റണ്ണിലേക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ ഈ 10 രൂപ വാല്യൂവിന് മേടിച്ച ഷെയർ ഭാവിയിൽ അത് 10,000-ഓ 1,00,000-ഓ ആവാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുക. അതായത് ഒരു കമ്പനിയുടെ ഗ്രോത്തിനോട് കൂടെ തന്നെ ആ ഷെയറിന്റെ ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂം ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. Tax advantages. The larger yield on equity shares result from an increase in principal or capital gain, which are taxed at lower rate than other income in most of the countries. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ വാല്യൂ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഒരു ലാഭം, ഇതിനെല്ലാം പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് എന്നുള്ളത് മറ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് മാത്രമേ നമ്മൾ ഒരു ഇക്വിറ്റി ഷെയറിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഒരു ടാക്സ് അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് ഇക്വിറ്റി ഷെയറിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ക്ലെയിം ഓൺ അസറ്റ്സ്. In the event of liquidation of a company, the assets are utilized first to meet the claims of creditors and preference shareholders, and if anything is left, it belongs to equity shareholders. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞ അതേ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ് കമ്പനിക്ക് കൂടുതൽ ഉള്ളതെങ്കിൽ ആ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ അവസാനം സെറ്റിൽ ചെയ്താൽ മതി. അതായത് അസറ്റ്സിനെ റിയലൈസ് ചെയ്തതിനു ശേഷം ക്രെഡിറ്റേഴ്സിനെയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും സെറ്റിൽ ചെയ്തതിനു ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. ദ ഇക്വിറ്റി ഷെയർ ഇസ് എ ഗുഡ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, ദോ ഇറ്റ് ഡസ് നോട്ട് ഫുള്ളി കോമ്പൻസേറ്റ് ഫോർ ദ ഡിക്ലൈനിങ് പർച്ചേസിംഗ് പവർ. ഒരു ഇൻഫ്ലേഷന് എതിരെ ഹെഡ്ജ് ചെയ്യാൻ, ഹെഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക്. ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ആ റിസ്ക് ഒഴിവാക്കാനായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും നമ്മൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കൊടുത്താൽ മതി. അല്ലാത്ത സ്റ്റേജിൽ ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്ലേഷൻ സ്റ്റേജിൽ നമുക്ക് റിസ്കിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇക്വിറ്റി ഷെയർസ് ഹെൽപ്പ് ചെയ്യും. Easy sales. Equity shares can be sold more easily than other instruments. മറ്റു ഏതൊരു ഷെയറിനെക്കാട്ടിലും എളുപ്പം വിൽക്കാൻ പറ്റുന്ന ഒരു ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അക്സെപ്റ്റൻസ്, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ള ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. Disadvantage of using equity capital. At first, cost of equity capital is the highest of all resources. ഒരു ഓർഗനൈസേഷൻ ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുതലായി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കൂടുതലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇക്വിറ്റി ഷെയറിന് നമ്മൾ കൊടുക്കേണ്ട മിനിമം റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഏത് ഷെയറിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഡിവിഡൻഡ് ആർക്ക് കൊടുക്കണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെൻസ് ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. Payment of dividend will attract corporate dividend tax, which is additional burden to company.
കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് ഒരു കമ്പനിക്ക് അഡീഷണൽ ബർഡൻ ആണ്. ഡിവിഡൻഡ് ടാക്സ്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന നിലയിൽ അഡീഷണൽ ടാക്സ് അടക്കേണ്ടി വരും. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് വഴി ഒരു കമ്പനിക്ക് കൂടുതൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അടക്കേണ്ടി വരും. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അഡീഷണൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് റെഡ്യൂസ് ദ ഏർണിംഗ് പെർ ഷെയർ. കൂടുതൽ നമ്മൾ ഇക്വിറ്റി ഷെയർ കൊടുക്കുന്നത് വഴി ഏർണിംഗ്സ് പെർ ഷെയർ, അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കിട്ടുന്ന വിഹിതം കുറയും. കൂടുതൽ ഇക്വിറ്റി ഷെയർ ഉണ്ടാവുന്നത് വഴി ഒരു ഇൻഡിവിജ്വൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന വിഹിതത്തിൻ്റെ അകത്ത് കുറവുണ്ടായിരിക്കും. There is a danger of over capitalization as equity share capital cannot be redeemed. നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു മെച്യൂരിറ്റി പീരീഡ് ഇല്ല, ഒരിക്കലും ഇക്വിറ്റി ഷെയർ റിഡീം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഫണ്ടിനെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ വളരെയധികമാണ്. In periods of prosperity, equity share will get high dividend which will lead to speculation. ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഒരു കമ്പനിയുടെ ഹൈ പ്രോസ്പെരിറ്റി സ്റ്റേജിൽ, പ്രോസ്പെരിറ്റി മീൻസ് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന സ്റ്റേജിൽ ഒരുപാട് ഇൻകം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സ്പെക്കുലേഷൻ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പെക്കുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹൈ ഗ്രോത്ത് മുന്നിൽ കണ്ടുകൊണ്ട് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് സ്പെക്കുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിസ്ക് ടേക്കിംഗ് പ്രൊസീജിയറാണ്. പക്ഷേ ഇത്തരത്തിൽ ഹൈ പ്രോസ്പെരിറ്റി സ്റ്റേജിൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നത് കണ്ടുകൊണ്ട് സ്പെക്കുലേഷനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. സ്പെക്കുലേഷൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. The control of the company can easily manipulated by group of shareholders for their personal interest. Equity shareholders എന്ന് പറയുന്നത് കമ്പനിയുടെ എന്താണ് റിയൽ ഓണേഴ്സ് ആണ്. അപ്പോൾ റിയൽ ഓണേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ കൺട്രോളിന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് വോട്ടിംഗ് റൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാനെല്ലാം ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സാധിക്കും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നതനുസരിച്ച് ആ കമ്പനിയിൽ എന്തെങ്കിലും കാര്യമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. Investors who decide to invest in safe security with a fixed income will not prefer equity shares. സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാവാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റർ ഒരിക്കലും ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഇക്വിറ്റി ഷെയറിന് ഒരിക്കലും സ്ഥിര വരുമാനമല്ല. എന്തെങ്കിലും സ്റ്റേജിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുമാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ഒരിക്കലും ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു കമ്പനി ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. പാറ്റേൺ ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു വൈഡ് ടോപ്പിക്കാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് മാത്രമാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ആയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഇക്വിറ്റി ഷെയർ എന്ന് കണ്ടു, ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഇക്വിറ്റി ഷെയർസിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ ഓഫ് ഫിനാൻസിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.